Happy Onam to all my viewers. ഈ ഓണത്തിന് വാങ്ങിയിട്ട് 3 കൊല്ലം ഹോൾഡ് ചെയ്ത് 2027 ഓണം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 100-150% റിട്ടേൺ 100% കിട്ടാവുന്ന കുറച്ച് സ്റ്റോക്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഓണം ഗിഫ്റ്റായിട്ട് പറയാൻ പോകുന്നത്. 4 സ്റ്റോക്കാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത്. ആക്ച്വലി 100 കണക്കിന് സ്റ്റോക്ക് ഉണ്ട്. ഈ ഒരു ലെവലിൽ ഹോൾഡ് ചെയ്യാൻ പേഷ്യൻസ് നമുക്കുണ്ടെങ്കിൽ വാങ്ങിയാൽ 150% റിട്ടേൺ കിട്ടുന്ന ഉറപ്പുള്ള 100 കണക്കിന് സ്റ്റോക്കുണ്ട്. നെക്സ്റ്റ് 10 ഇയേഴ്സ് അതിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടാലിറ്റി ഉണ്ടാവും, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. എന്നിരുന്നാലും ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും 150% റിട്ടേൺ കിട്ടാവുന്ന സ്റ്റോക്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ ഒരുപാട് സ്റ്റോക്സ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിബാഗ്, പിക്സൈറ്റ്, IOC എല്ലാം റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്സാണ്. ഇന്ന് IOC ഉൾപ്പെടുത്തിയിട്ടില്ല. അല്ലാതെ ഒരു 4 സ്റ്റോക്ക് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വ്യക്തമായിട്ട് ഫണ്ടമെൻ്റൽസ് വൈസ് ഈ 4 സ്റ്റോക്കും ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചുരുക്കമായിട്ട് കാര്യങ്ങൾ പറയാം. നടുക്കൽ മൂമെൻറ്റ്സ് നോക്കാതെ ടെൻഷൻ അടിക്കാതെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് 100-150% റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ഈ 4. ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. ആക്ച്വലി ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഒരുപാട് ഫേംസ് ഡൗൺഗ്രേഡ് ചെയ്താണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. 1100-160 റേഞ്ചിന് സ്റ്റോക്ക് ഇന്ന് ഡൗൺ ചെയ്ത് 992 സ്റ്റോക്ക് ട്രേഡർ അവസാനിപ്പിച്ചത്. നിയർ അബൌട്ട് 20% ഡൗൺ സൈഡാണ് ഒരു 1.5 മന്ത്സിനുള്ളിൽ ടാറ്റ മോട്ടോഴ്സ് കാണിച്ചത്. ഇതൊന്നും റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സ് സെല്ല് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്ത അതേ സമയത്ത് ഈ മാസം ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സും FISും ഒരുപാട് സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് കൈവശമാക്കിയിട്ടുണ്ട്. ചില ബ്രോക്കറേജ് ഫേംസ്, ഫേമസ് ആയിട്ടുള്ള ബ്രോക്കർ ഫേംസ് ടാറ്റ മോട്ടോഴ്സിന് ടാർഗറ്റ് പറയുന്നത് 860-870 റുപ്പീസാണ്. മേ നോട്ട് വരാമായിരിക്കാം, ഈ ഒരു റെക്കമെൻഡേഷൻ പേരിൽ വന്നേക്കാം. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് ഒന്നും ഒരു 800-900 കിടക്കുന്ന സ്റ്റോക്കല്ല. ഇപ്പോൾ പറഞ്ഞാൽ അവരെ സെയിൽസിനെ എഫക്റ്റ് ചെയ്യാം. USA അവരുടെ സെയിലിനെ, വെഹിക്കിൾ സെയിൽസിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ലാസ്റ്റ് മന്ത് അവർ ഒരുപാട് വെഹിക്കിൾസിന് വില കുറച്ചിട്ടുണ്ട് പറയുന്നുണ്ട്. അത് അവരുടെ വെഹിക്കിൾസ് വിറ്റ് പോകാൻ പറ്റാത്തതുകൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ടാറ്റ മോട്ടോഴ്സിൻ്റെ മാനേജ്മെൻറ്റ് കമൻട്രി ഒക്കെ വളരെ പോസിറ്റീവാണ്. 2 ദിവസം മുന്നേ CNBCയിൽ അവരായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ വളരെ ലോങ് വിഷനോടുകൂടി തന്നെ അവർ സംസാരിക്കുന്നത്. ഭാവിയിൽ EV വെഹിക്കിൾസിൽ 70% ടാറ്റ മോട്ടോഴ്സിൻ്റെ കയ്യിലായിരിക്കുന്നതാണ് അവർ പറയുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുകയാണ്, മാരുതിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാരുതി അപ് ടു ഡേറ്റ് ആയിട്ടില്ല. ടാറ്റ മോട്ടോഴ്സ് ഓൾറെഡി അപ് ടു ഡേറ്റ് ആയി. അവർ EVയിലേക്ക് കടന്നു, സക്സസ്ഫുള്ളായി വന്നതും ലേറ്റസ്റ്റ് ഒരു ബൈക്കിൽ ഇറക്കുന്നു. അവർ മാനേജ്മെൻറ്റ് പറഞ്ഞത് അതിൽ ഭാവിയിൽ വില കുറച്ചിട്ട്, എല്ലാം ഞെട്ടുന്ന വിധത്തിൽ വില കുറച്ചിട്ട് നല്ല സൂപ്പർ പെർഫോമിങ് EV കാർസ് വരുന്നതാണ്. വേറൊരു പ്രശ്നം ടാറ്റ മോട്ടോഴ്സ് ഡീമേർജറാണ്. ഡീമേർജിൻ്റെ ഒരു കാരണമായിരിക്കും ടാറ്റ മോട്ടോഴ്സ് വലിയ മൂവ്മെൻറ്റ് ചെയ്യേണ്ടി കിടക്കുന്നത്. അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഡീമേർജ് ചെയ്യുമ്പോൾ 2 കമ്പനിയായിട്ട് മാറാണ്. ഒന്ന് കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ കമ്പനി, ഒന്ന് കാർ മാനുഫാക്ചറിങ് പ്ലസ് EV പ്ലസ് റോൾസ് റോയ്സ് എല്ലാം ഒരു കമ്പനിയായി മാറുന്നത്. ഡെഫിനറ്റായിട്ടും സെക്കൻഡ് കമ്പനിയും കുറച്ചും പെർഫോം ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു ഡിമേർജ് വരെ കാത്തു നിൽക്കാതിരിക്കുന്ന ചില ആൾക്കാർ ഡിമേർജ് വന്നതിന് ശേഷം EV വെഹിക്കിൾ സ്പേസിലുള്ള കമ്പനീനെ വാങ്ങാൻ വേണ്ടിയിട്ട് ആയിരിക്കും ഒരുപാട് ആളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഡിസിഷനാണെന്ന് താനും. ഇതൊക്കെയാണ് ടാറ്റ മോട്ടോഴ്സിന് ഇപ്പോൾ ഒരു വില കുറഞ്ഞ് 20% ഹൈയിൽ നിന്നും കുറഞ്ഞ് വരാൻ സാധ്യത. പക്ഷേ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ടാറ്റ മോട്ടോഴ്സ് സ്റ്റോക്ക് വാങ്ങുക, ഡിമേർജ് കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്റ്റോക്ക് കൈവശം വെക്കുക, അവർ തന്നെ ബോണസ് വാങ്ങുക, അവർ തന്നെ ഡിവിഡൻഡ് വാങ്ങുക. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം വളരെ പേഷ്യൻസോട് ടാറ്റ മോട്ടോഴ്സിൽ ഒരു ഇൻവെസ്റ്ററായി മാറിക്കഴിഞ്ഞാൽ ഡിവിഡൻറ്റിനെയും ഒക്കെ പുറമേ തന്നെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് 100-150% റിട്ടേൺ തരാൻ സാധ്യതയുള്ള കമ്പനിയാണ്. ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് കമ്പനി, കാർ ഉണ്ടാക്കുന്ന കമ്പനി,
PE റേഷ്യോ ഒക്കെ നോക്കാൻ വളരെ ചീപ്പാണ്. നമ്മൾ ടാറ്റ മോട്ടോഴ്സിൽ PE റേഷ്യോ 10.82 ഇൻഡസ്ട്രിയൽ P 41 ആണ്. അപ്പോൾ മാരുതിയൊക്കെ ഈ 6,000 റുപ്പീസിൽ കിടക്കൊക്കെ ആണെങ്കിൽ ഈ ടാറ്റ മോട്ടോഴ്സ് ഡെഫിനറ്റ് ആയിട്ട് ഒരു 2,500-3,000 രൂപയിലേക്ക് പോകേണ്ട സ്റ്റോക്കാണ്. EPS 91.72 157% ഗ്രോത്ത് EPS കാണിച്ച കമ്പനിയാണ്. FASനടുത്ത് 18%, DASനടുത്ത് 16%, പ്രൊമോട്ടർ സ്റ്റിൽ 46% ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. ഇത്രയും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 18% FIS, DAS 16% എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇങ്ങനത്തെ സ്റ്റോക്ക് ഒരിക്കലും മോശം സാധിക്കില്ല. ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് കമ്പനിയിൽ ഒന്നാണ്. ടാറ്റ മോട്ടോഴ്സ് മേ ബി ബിക്കെയിം ദ ലാർജസ്റ്റ് വൺ ഓഫ് ദ ലാർജസ്റ്റ് മാനുഫാക്ചർ ഓർ ആവാൻ ചാൻസ് ഉണ്ട് ടാറ്റ മോട്ടോഴ്സ്. നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യുന്ന വേൾഡ് വൈഡ് എടുത്ത് നോക്കിയാൽ തന്നെ ടോപ്പിൽ വരാൻ സാധ്യതയുള്ള കമ്പനി ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ ഹോൾഡറെ മാറാം. ടു ബി പ്രൗഡ് ടു ബിക്കെയിം എ ഷെയർ ഹോൾഡർ ടാറ്റ മോട്ടോഴ്സ്. സെക്കൻഡ് LIC എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ്. LICൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ ഒരുപാട് രാജ്യത്തിൻ്റെ GDP ഗ്രോത്തിനേക്കാളും കൂടുതലാണെന്നാണ് പറയുന്നത്. അത്രയും ഫണ്ടമെൻ്റൽ കമ്പനിയാണ്. അതേപോലെ തന്നെ LICൻ്റെ ഫ്യൂച്ചർ വ്യൂസ് വളരെ വളരെ അട്രാക്റ്റീവാണ്. LIC അവരെ കൈവശമുള്ള സ്റ്റോക്സ് വളരെ സൂപ്പർ സ്റ്റോക്സാണ്. ഈ സ്റ്റോക്കിൽ തന്നെ LIC കൈവശമുള്ള സ്റ്റോക്ക് തന്നെ കോടാനുകോടി രൂപ പ്രോഫിറ്റായിട്ട് വിത്തിൻ 5 years വരുന്നതാണ് പറയുന്നത്. LICയിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്രത്യേകത 10 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനിയാണ് LIC. ഇത് സ്പ്ലിറ്റ് ആവാം, ബോണസ് തരാം. ഞാൻ ഉദ്ദേശിക്കുന്ന 5 കൊല്ലത്തിനുള്ളിൽ 1-2 ബോണസ് LIC തരും. മേ ബി 10 രൂപ ഷെയർ സ്പ്ലിറ്റ് ചെയ്ത് 1 രൂപയാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ LIC നിങ്ങൾ തരാൻ പോണ റിട്ടേൺ ചിലപ്പം 200-300% ആയിരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ടാറ്റ മോട്ടോഴ്സ് 1992 ആണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് റേറ്റ്. ഒരു 2000 ടാർഗറ്റ് ആണ് എൻ്റെത് 3 കൊല്ലത്തിനുള്ളിൽ. LIC ഇപ്പോഴത്തെ റേറ്റ് 1034 എൻ്റെ ടാർഗറ്റ് 2500 3 കൊല്ലത്തിനുള്ളിൽ. അത് എൻ്റെ ലോവസ്റ്റ് ടാർഗറ്റാണ്. മൾട്ടിബാഗർ അതിൽ കൂടുതൽ 2500-3000 ഒക്കെ പോകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് LICക്ക്. സ്പ്ലിറ്റ് ആയതിനു ശേഷം തന്നെ ചിലപ്പോൾ 400-500 രൂപയിലൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക്. എത്ര വർഷം പറഞ്ഞതാണ് IDFC ഫസ്റ്റ് ബാങ്ക് നിങ്ങളിപ്പോൾ കാണുന്ന ബാങ്കല്ല. അതൊരു 3-4 കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ 1 പ്രൈവറ്റ് ബാങ്ക് ആയിരിക്കും IDFC ഫസ്റ്റ് ബാങ്ക്. ഇപ്പോൾ HDFC ബാങ്ക്, ICICI ബാങ്ക് ഒക്കെ ആയിരുന്നു. ഇതുപോലെ തന്നെ ആയിരുന്നു ICICI ബാങ്കും HDFC ബാങ്കും ആക്സിസ് ബാങ്കും ഒക്കെ കിടന്നത്. IDFC ബാങ്ക് ഫസ്റ്റ് ബാങ്ക് എന്നാൽ നമ്മൾ ബെറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് അവർ CEO തന്നെയാണ്, വൈദ്യനാഥ് സാറിന് ഭയങ്കര വിഷനാണ്. ഇനി പുള്ളി ഒരു ലെവലാക്കി കഴിഞ്ഞു ഓൾറെഡി ബാങ്കിനെ. ഇനി അതൊന്ന് കയറ്റി കൊണ്ടുപോയാൽ മാത്രം മതി. ലോസ് മേക്കിംഗ് കമ്പനി, NPA കൂടുതലുള്ള കമ്പനി ഒക്കെ എല്ലാ NPA ഒക്കെ മാറി ക്ലീൻ ബാലൻസ് ഷീറ്റായി പ്രോഫിറ്റബിൾ കമ്പനിമാർ പ്രോഫിറ്റ് കാണിച്ചു തുടങ്ങി. റീറ്റെയിൽ പോർഷനിലേക്ക് കൂടുതൽ കടന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോസർ ഉണ്ടായിരുന്നത് കോർപ്പറേറ്റ് സെക്ഷനിലേക്ക് അത് കുറച്ച് കൊണ്ടുവന്നു. കോർപ്പറേറ്റ് സെക്ഷൻ കുറച്ചു, അതേസമയം റീറ്റെയിൽ സെക്ഷൻ കൂട്ടി. എല്ലാ വശത്തിലും എല്ലാ പാരാമീറ്റർ IDFC ബാങ്ക് സൂപ്പർ സ്റ്റോക്കാണ്. ഇത് കയറ്റാണ്ട് ഇങ്ങനെ കിടത്താണ്. നല്ല കാര്യം, കിടക്കട്ടെ. 73-80 റേഞ്ചിൽ ഇൻ ബിറ്റ്വീൻ റേഞ്ചിൽ എല്ലാ മാസവും SIP ആയിട്ട് വാങ്ങാൻ പറ്റിയ സ്റ്റോക്ക് IDFC. കാരണം 10 രൂപ ഫേസ് വാല്യൂള്ള 75 രൂപ കിടക്കുന്ന ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് ആവാൻ സാധ്യതയുള്ള നല്ല മാനേജ്മെൻറ്റുള്ള ഒരു കമ്പനിയാണ് IDFC ഫസ്റ്റ് ബാങ്ക്. അതുകൊണ്ട് തന്നെ ഇത് ഒരു 200 രൂപ ടാർഗറ്റ് വെച്ചിട്ട് IDFC ഫസ്റ്റ് ബാങ്കിനെ നമുക്ക് എക്യുമുലേറ്റ് ചെയ്യാം നെക്സ്റ്റ് 3 ഇയേഴ്സിലേക്ക്. നാലാമത്തെ സ്റ്റോക്ക് RVNL, നമ്മുടെ ഫേവററ്റ് സ്റ്റോക്ക്. 500 റേഞ്ചിൽ ഇപ്പം ഈ പറഞ്ഞ മാതിരി അതിനെ 270 റുപ്പീസ് വരും എന്നൊക്കെ പറഞ്ഞതാണ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. 270 റുപ്പീസ് വരും വിൽക്കാൻ വേണ്ടി പറഞ്ഞത്. കള്ളന്മാരാണ് എല്ലാവരും. ഒരിക്കലും വരാൻ പോണില്ല. ഒരു 350-400 റുപ്പീസൊക്കെ അത്രയൊരു മാർക്കറ്റ് ക്യാഷ് വന്നേക്കാം. ഇതിനൊക്കെ ഒരുപാട് പോർഷൻസ് ഓഫ് ഷെയർസ് RVNLൻ്റെ ഭാഗ്യവശാൽ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലുണ്ട്. ഇതിനെ കംപ്ലീറ്റ് അവരെ കൈവശമാക്കണം. അതിനുള്ള എല്ലാ കളികളും കളിക്കും. പക്ഷേ നടക്കുന്നില്ല RVNLൻ്റെ കേസിൽ. റീറ്റെയിലേഴ്സ് വെരി സ്ട്രോങ് നോ. അവർക്ക് കാര്യങ്ങൾ അറിയാൻ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ബാങ്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആരും പൈസ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്നില്ല. എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട്സിലും ഇടുന്നത്. അവെയറാണ് ജനങ്ങളിപ്പോൾ അവെയറാണ്. ഞാൻ പണ്ട് CDS റെക്കമെൻഡ് ചെയ്തിരുന്നു. നമ്പർ ഓഫ് അക്കൗണ്ട്സ് ഓപ്പണിംഗ് കൂടുന്നു പറഞ്ഞിട്ട് 400 രൂപയ്ക്ക് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്ക് 2000 രൂപ ടാർഗറ്റ് പറഞ്ഞിട്ട് ഒരു 3 years ബിഫോർ അത് അച്ചീവ് ചെയ്തു. അപ്പോൾ RVNL കേസിലും റിപ്പീറ്റായി പറയുകയാണ്, RVNL ഒരു റെയിൽവേ സ്റ്റോക്ക് റിലേറ്റഡ് സ്റ്റോക്കായിട്ട് നോക്കണ്ട. RVNL ഒരു മിയർ റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്ക് അല്ല. RVNL ഒരു എൻജിനീയറിംഗ് കമ്പനിയാണ്.
L&T മാതിരിയുള്ള കമ്പനിയാണ്, ഇന്ത്യൻ്റെ പുറത്ത് ഓർഡർ എടുക്കുന്ന കമ്പനിയാണ്. മറ്റേ കമ്പനിയും അത് ഇന്ത്യൻ്റെ ഉള്ളിൽ റെയിൽവേ സെക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനിയല്ല. ഇന്ത്യൻ റെയിൽവേ പ്ലസ് മറ്റ് രാജ്യങ്ങളിലെ റെയിൽവേ പ്ലസ് മറ്റ് രാജ്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ വർക്ക്സ് ഒക്കെ എടുക്കുന്ന ഹെവി ഓർഡർ ബുക്കുള്ള 86 crores ഓർഡർ ബുക്കുള്ള കമ്പനിയാണ്. അത് 1 lakh crore ഓർഡറാണ് ഈക്വൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അവർ 2026-27 റിവ്യൂക്ക് പറയുകയാണെങ്കിൽ 1.5 lakhs crores ഓർഡേഴ്സാണ് ഇതൊക്കെ എക്സിക്യൂട്ടീവ് ചാൻസിന്. കാരണം മാനേജ്മെൻറ്റ് വളരെ ഉഗ്രനാണ്. ആർവിനെ വെച്ച് കയറി കിടക്കുകയാണ്, 550 റേഞ്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം വാങ്ങേണ്ട ഒരു 500 ബിലോ ഒക്കെ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2000-2500 ടാർഗറ്റ് വെച്ചിട്ട് വാങ്ങാവുന്ന സ്റ്റോക്കാണ് ആർവിൻ്റെ. സോ മൈ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ടാറ്റ മോട്ടോഴ്സ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി, EV സ്പേസിൽ ഈ ലോകത്ത് തന്നെ അറിയപ്പെടാൻ പോകുന്ന കമ്പനി, കാർ മാനുഫാക്ചേഴ്സ്, നല്ല മാനേജ്മെൻറ്റ്, ടാറ്റ ഗ്രൂപ്പ്. 992 ടാർഗറ്റ് 2000 LIC ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി. മറ്റ് രാജ്യങ്ങൾ GDP-നേക്കാൾ ഗ്രോത്തിനെക്കാട്ടും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലിലുള്ള കമ്പനി. പ്രസൻറ്റ് റേറ്റ് 1034, ടാർഗറ്റ് 2500. തേർഡ് IDFC ഫസ്റ്റ് ബാങ്ക്, ഇന്നൊന്നുമല്ല നാളെ വലിയൊരു ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്ക് ആവാൻ, എല്ലാത്തിനും കവച്ചു വെച്ചിട്ട് ഇന്ത്യയിലെ നമ്പർ 1 പ്രൈവറ്റ് ബാങ്ക് ആവാൻ സാധ്യതയുള്ളൊരു കമ്പനി. 75 രൂപയ്ക്ക് എടുക്കുന്ന 10 രൂപ ഫേസ് വാല്യൂ, ഒന്നും നോക്കാനില്ല, വാങ്ങാം. പേഷ്യൻസോട് ഹോൾഡ് ചെയ്യുക. ടാർഗറ്റ് പ്രസൻറ്റ് പ്രൈസ് 73, ടാർഗറ്റ് 200 to 300. ആൻഡ് ഫോർത്ത് ഷെയർ RVNL, നമ്മൾ ഫേവറേറ്റ് സ്റ്റോക്സ് ആണ്. ഇപ്പോഴത്തെ റേറ്റ് 560 സംതിങ് ആണ്. ഒരു 500 ബിലോ വന്നാൽ വാങ്ങിയാൽ ഒരു 2000 ടാർഗറ്റ് വെച്ചിട്ട് വാങ്ങാം. ഈ എല്ലാ സ്റ്റോക്കിലും ഈ ബോണസ് കിട്ടാനൊക്കെ സാധ്യതയുള്ള കമ്പനിയാണ്. എക്സ്പെഷ്യലി LIC 10 രൂപ ഫേസ് വാല്യൂ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിന് സ്പ്ലിറ്റ് ആവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്, ബോണസ് കൊടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ 4 സ്റ്റോക്കും നിങ്ങളെ ഒന്ന് വാച്ച് ലിസ്റ്റ് വെച്ചിട്ട് വാച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓക്കെ ആണെന്ന് കണ്ടാൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെ അഡ്വൈസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.